അതിനിപ്പോ എന്തിനാ ഈ ടെൻഷൻ അടിക്കണത്? വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ശരിയാവേ. എടോ എവിടുന്ന കണ്ട കാശ് എന്തൊക്കെ ഈ പറയണം? ഈ വാക്ക് ഇരുപോ വരുന്നുണ്ട് നോണക്കപ്പാട് കേൾക്കണ്ടേ. എന്താ നിങ്ങള് രണ്ടാളും ഇവിടെ ഇരിക്കണേ? ചൂണ്ടലിടാനുള്ള വല്ല പരിപാടി ഉണ്ടോ? ചൂണ്ടലിടേണ്ട കാര്യം പറഞ്ഞപ്പോഴാ ഞാനും നമ്മുടെ മാനുവേട്ടനും പണ്ട മനക്കിലെ കുളത്തിലേ ഒരു ചൂണ്ടലിടാൻ പോക്കുണ്ടായി. കേക്കണില്ലേ? എന്നിട്ടൊരു മൈൻഡ് ഇല്ലാതെ ഇരിക്കണ അതില് ഇങ്ങനെ പോകുമ്പോ ഈ തമ്പുര ശബ്ദം കെട്ടാ തോന്നുന്നുണ്ട്. മൂക്കൊരു ടോർച്ച് അടിച്ചിട്ട് ഇങ്ങനെ വരിക. ഒരു രക്ഷയില്ല. പിടിച്ചു കഴിഞ്ഞ പ്രശ്നല്ലേ. എന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മളെ തൊട്ട് ഇരിക്കണതിന്റെ പിന്നില് ഒരു തെങ്ങിന്റെ കുഴി, തെങ്ങിന്റെ അടിയിലിങ്ങനെ ഇതിലേക്ക് കിടക്കുക. ഒന്നും നോക്കിയില്ല, അതിലാണ് കടന്നു. മാനേട്ടനോട് പറഞ്ഞു നിന്റെ പുറത്ത് കിടന്നോളിന്ന് പറഞ്ഞു. രണ്ട് തെങ്ങും പട്ടയും വലിച്ചിട്ടു. തമ്പുര അങ്ങനെ വന്നിട്ട് ഞങ്ങൾ നിൽക്കണതിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് ഇങ്ങനെ ടോർച്ചടിച്ച് ഇങ്ങനെ നോക്കും. അവിടെ കാണുന്നു ഞങ്ങളാ തെങ്ങും കുഴിയിൽ കിടക്കല്ലേ. ഇയാൾ എന്നിട്ട് തിരിച്ചു പോയപ്പോ ഞാൻ മാനേട്ടനോട് പറഞ്ഞു നിങ്ങളൊന്നാണ് നീച്ചളിന്ന് പറഞ്ഞു. ഇയാള് പട്ടൊക്കെ മാറ്റി അവിടുന്ന് നീച്ചു. അതിന്റെ പിന്നാലെ ഞാനും നീച്ചു. നീച്ചു എന്നല്ല, ഞാൻ അത്ര നേരം കിടന്നിരുന്നത് അത്ര വണ്ണുള്ള പ്രാന്ത്